യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മുടങ്ങുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ, സൗഖ്യത്തിൻ്റെ വൻമഴ നമുക്ക് വേണ്ടി കർത്താവ് തരാനായിട്ട് പോവുകയാണ്. ഉറപ്പാണ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കാനായിട്ട് പോവുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, സൗഖ്യം നൽകുന്നവനാണ് കർത്താവ്. ഉറപ്പാണ്, അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ കർത്താവ് സൗഖ്യമാക്കും. ശരീരത്തിൻ്റെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. ഓർമ്മകളിലെ മുറിവുകളെ സൗഖ്യമാക്കും. അവൻ്റെ മുറിവിലൂടെ സൗഖ്യത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുകാനായിട്ട് പോവുകയാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. വചനത്തിൻ്റെ ശക്തി അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. ട്യൂമറുകൾ വറ്റിപ്പോവട്ടെ. മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ദൈവശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്നു കിടക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി കടന്നു വരട്ടെ. തളർന്നു കിടക്കുന്ന ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗങ്ങൾ വിട്ടുമാറട്ടെ. തീരാവ്യാധികൾ വിട്ടുമാറട്ടെ. കർത്താവേ, കോവിഡ് ബാധിച്ചവരെ അങ്ങ് സൗഖ്യമാക്കണമേ. കോവിഡ് രോഗം ബാധിച്ച അനേകം രോഗികൾ സൗഖ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ചിലരെങ്കിലുമൊക്കെ ശ്വാസ തടസ്സമുള്ളവരുണ്ട്, ലങ്സിന് രോഗം ബാധിച്ചവരുണ്ട്. യേശുവേ, അവിടെയൊക്കെ ശ്വാസകോശത്തെ അങ്ങ് സൗഖ്യമാക്കണമേ. ശ്വാസ തടസ്സം വിട്ടുമാറട്ടെ. കിഡ്നി രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. മാരക രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ. തിരുമുറിവിൽ നിന്ന് ശക്തി പ്രവാഹമുണ്ടാവട്ടെ. വചന ശക്തി കടന്നു വരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് തീഷ്ണമായിട്ട് സൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓരോ കാലത്തിൻ്റെയും അടയാളങ്ങളെ വ്യാഖ്യാനിക്കുവാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഒരു 10-15 വർഷത്തിനുള്ളിലായിട്ട് ലോകത്തിൽ ആകമാനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, പ്രകൃതിയുടെ മാറ്റം, മനുഷ്യൻ്റെ മാറ്റം, യുദ്ധങ്ങൾ, വെള്ളപ്പൊക്കം, കെടുതികൾ, ഭീകരപ്രവർത്തനങ്ങൾ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ മനുഷ്യനെ കൊന്നൊടുക്കുന്നു. ഭീകരപ്രവർത്തനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിലുള്ളവർ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലാകുന്നു. സമ്പന്നന്മാർ അടിക്കടി വീണ്ടും സമ്പന്നതയിലേക്ക് വളരുന്നു. ലോകമാസകലം മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. തീരാ രോഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. മഹാവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു 15 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുമ്പോൾ മറ്റൊരു മറുവശമുണ്ട്. ശാസ്ത്രം വളരുന്നു. ശബ്ദത്തേക്കാൾ അതിവേഗമുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾ, വലിയ കണ്ടുപിടുത്തങ്ങൾ,
പ്രത്യേകിച്ച് മൊബൈലിൻ്റെ കണ്ടുപിടുത്തം, കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം, എല്ലാം ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് പറയുന്നൊരു സത്യം തന്നെയാണ്. ആ വിധത്തിൽ വർദ്ധിക്കുന്നു. അതുപോലെ പാപം വർദ്ധിക്കുന്നു. കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിൽ പാപം വർദ്ധിക്കുന്നു. ബലാത്സംഗങ്ങൾ നടക്കുന്നു. ഒരു പെൺകുട്ടിയെ 4-5 പേര് കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നു. കഴിഞ്ഞ ദിവസം ടി വിയിൽ കണ്ടു, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അങ്ങനെ ലോകത്തിനാകമാനം തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ വചനഭാഗം ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 59 വരെയുള്ള വചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ അതിഭയങ്കരമായിട്ട് മഴ പെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, എത്രയോ വീടുകൾ തകർന്നൊലിച്ചു പോയി, മരണങ്ങൾ സംഭവിച്ചു. പടിഞ്ഞാറ് മേഘമിരുന്ന് കാണുമ്പോൾ നമ്മൾ പറയുന്നു മഴ പെയ്യാനായിട്ട് പോകുന്നു. ആകാശത്തിൽ മേഘമുയരുമ്പോൾ ഇന്ന് അനേക വ്യക്തിയുടെ മനസ്സ് പിടയുക. ഇടിമിന്നല്, ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കമുണ്ടായി, എന്ത് സംഭവിക്കാം? മലയോര മേഖലകളിലൊക്കെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഭയം കൊണ്ട് നിറയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ. ഈ ഭൂമി നമുക്കെതിരെ തിരിയുകയാണോ? പ്രകൃതി നമുക്കെതിരെ തിരിയുകയാണോ? സംഖ്യ 32:23 പറയുന്നുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. മനുഷ്യന്റെ പാപം അവനെ വേട്ടയാടുകയാണ്. മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്തു കൂട്ടിയ തിന്മകൾ ഇന്നിതാ തിരിച്ചടിയായിട്ട് മാറുകയാണ്. അവർ ലോകമാസകലം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെയല്ല, ലോകമാസകലം. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈനയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ ദുരിതങ്ങൾ. ബെൽജിയത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി, ഇറ്റലിയിൽ വെള്ളപ്പൊക്കമുണ്ടായി, ഫ്രാൻസിൽ വെള്ളപ്പൊക്കമുണ്ടായി, ജർമ്മനി വെള്ളപ്പൊക്കമുണ്ടായി. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ട് എത്രയോ മരണങ്ങൾ, എത്രയോ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ വർഷം ചൈനയിൽ ഒരു ഡാം തകർന്നുപോയി. ഇതുപോലുള്ള സംഭവങ്ങൾ ലോകമാസകലം സംഭവിച്ചുകൊണ്ടിരിക്കുക. ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു, ദുരിതങ്ങൾ വർദ്ധിക്കുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരായിട്ട് മാറുന്നു. അതുപോലെ സോമാലിയ, ഹെയ്ത്തിയിലെ ഭൂകമ്പം, സൊമാലിയ പട്ടിണിയ, അനേക രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കൊല്ലുവാനായിട്ടൊരു മടിയില്ല. കൊല്ലുന്നത് നല്ലതാണെന്ന് പറയുന്ന മനുഷ്യർ. അങ്ങനെ ലോകം മറ്റൊരു ദിശയിലേക്ക് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. കാരണം കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ 2ാം വരവ് അടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത്? സ്നേഹം തണുത്തു പോകും, വിശ്വാസം ക്ഷയിച്ചു പോകും, രാജ്യങ്ങളും യുദ്ധം നടക്കും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, മഹാമാരികൾ ഉണ്ടാകും, മനുഷ്യനെ കൊല്ലും, അത്യുഗ്രമായ പീഡനം വരും, ഇന്നോളം ലോകം കാണാത്ത പീഡനം വരും എന്നൊക്കെയാണ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയാതെ ഈ കാലത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കണം. വചനം വെച്ചുകൊണ്ട് ദൈവിക ജ്ഞാനത്തിൽ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ടമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ടമുണ്ടാകുന്നു. ശരിയല്ലേ? എന്തൊരു ചൂടാണ്! നല്ല ശക്തമായൊരു മഴ കഴിഞ്ഞിട്ട് വരുന്ന വെയിലിന് അതിഭയങ്കരമായ ചൂടാണ്, സഹിക്കാൻ വയ്യാത്ത ചൂട്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾക്കൊക്കെ വിള്ളൽ വീണിട്ട്
സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മികൾ മനുഷ്യന് മേൽ പതിക്കുന്നു. അത് അപകടകരമാണെന്നാണ് പറയുന്നത്. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആകമാനം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈയിടെ ഞാൻ വായിച്ചു, മഞ്ഞുമലകൾ കടുത്ത ചൂടിൽ ഉരുകി വരുംകാലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ട് അനേക രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ വായിക്കാനിട്ടിടയായി. അവൻ ചൂട് വർദ്ധിക്കുകയാണ്. നാസ ഈയിടെ കണ്ടുപിടിച്ചൊരു വാർത്ത, അവർ കണ്ടുപിടിച്ച വലിയൊരു സംഭവം, ഒരു വലിയ വാർത്തയാണ്. 500 വർഷങ്ങൾ കൂടിയേ സൂര്യന് കത്തിജ്വലിക്കാനുള്ള ആ കഴിവുണ്ടായിരിക്കുള്ളൂ. അതുപോലെ സൂര്യൻ ഇരുണ്ടുപോകും, സൂര്യൻ ഇല്ലാതാകുമെന്ന് നാസ കണ്ടുപിടിച്ചിരിക്കുക. വചനം പറയുന്നുണ്ട് സൂര്യൻ ഇരുണ്ടുപോകുമെന്ന്. മത്തായി സുവിശേഷത്തിൽ അന്ത്യനാളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാനായിട്ടുള്ള ഒരുക്കത്തിലൂടെ ലോകം കടന്നു പോകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക, പാപമോക്ഷിക്കുക, ദൈവത്തിലേക്ക് തിരിയുക. മറ്റൊന്നും ചെയ്യാനില്ല. ഈ ലോകത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കും. വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ സംഭവിച്ചേ മതിയാവത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തത് എന്തുകൊണ്ട്? ഉരുൾപൊട്ടലുണ്ടായി, അനേകർ മരിച്ചു, അനേകം വീടുകൾ പോയി. അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് ആ ഒരു സംഭവത്തിലൂടെ എന്നോടും നിങ്ങളോടും ദൈവത്തിന് സംസാരിക്കാനുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ശക്തമായ മഴ, തുടർന്നുള്ള ഉരുൾപൊട്ടൽ ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് അനർത്ഥങ്ങള്, അപകടങ്ങള്, മരണങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. വ്യാഖ്യാനിച്ചേ പറ്റൂ. അവിടെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഇത് സംഭവിക്കാം. ഒരു വെള്ളപ്പൊക്കത്തിൽ അല്ലെ ഒരു ദുരിതത്തിൽ ആർക്ക് വേണമെങ്കിലും മരണം സംഭവിക്കാം. ഒരു അപകടത്തിൽ അല്ലെ ഒരു ഇടിമിന്നലിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ ഒരുങ്ങിയിരിക്കാനുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണിത്. കാലത്തെ വ്യാഖ്യാനിക്കാൻ ദൈവഭക്തനായ ഒരു മനുഷ്യന് ജ്ഞാനത്തോടെ കഴിയേണ്ടിയിരിക്കുന്നു. ശരിക്കും നമ്മൾ വ്യാഖ്യാനിച്ച് മതിയാവത്തുള്ളൂ. യേശുവിൻ്റെ സഭയെ തകർക്കുവാൻ, കർത്താവിൻ്റെ അഭിഷിക്തരെ ദുഷിക്കുവാൻ അനേകരും നിറങ്ങി തിരിച്ചിട്ടുണ്ട്, മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ. പല ക്രൈസ്തവർക്കും ഇന്നൊരു ഫാഷനാണ് വൈദികരെ അല്ലെ സഭയെ വിമർശിക്കുന്നത്. ഒരു ഫാഷനായിട്ട് അവരെടുത്തിരിക്കുക. ഒരു മടിയില്ല അപവാദം പറയുവാനായിട്ട്. കർത്താവിൻ്റെ സഭയെ ദുഷിക്കാനായിട്ടൊരു മടിയില്ല. അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപകടത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വ്യക്തി കർത്താവിൻ്റെ സഭയെ ദുഷിക്കുമ്പോൾ, കർത്താവ് തിരഞ്ഞെടുത്ത വൈദികരെ, കർത്താവിൻ്റെ അഭിഷിക്തരെ ദുഷിക്കുമ്പോൾ, അവരെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, അവരെ അപമാനിക്കുമ്പോൾ, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്, അത് ചെയ്യുന്ന വ്യക്തി പിശാചിൻ്റെ പിടിയിലായി കഴിഞ്ഞു. കാരണം സഭയെ തകർക്കാനായിട്ട് നിരന്തരം പിശാച് കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു വ്യക്തി സഭയ്ക്കെതിരെ, കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ആ പ്രവർത്തിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി പിശാചിൻ്റെ ബന്ധനത്തിലാകുന്നു, അടിമത്തത്തിലാകുന്നു. അതിൻ്റെ പരിണിത ഫലം ആ വ്യക്തിയും കുടുംബവും
പൂർണ്ണമായിട്ട് സാത്താൻ്റെ അടിമത്തത്തിലാകും, ബന്ധനത്തിലാകും. ഇതൊരു അപകടകരമായ പോക്കാണ്. കർത്താവിൻ്റെ സഭയെ തകർക്കാൻ ഒരു നാരകീയ ശക്തിക്കും കഴിയത്തില്ലെന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവിൻ്റെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവര് നാരകീയ സർപ്പത്തോടൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അവർ പിശാചിന്റെ പക്ഷക്കാരാണ്. അവർ പിശാചിനോട് കൂട്ടുചേർന്നിരിക്കുകയാണ്. അവർ പിശാചിന്റെ ബന്ധനത്തിലാണ്. അവൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാ. നിന്നെ കൊല്ലും. നിന്റെ സമ്പത്ത്, ആരോഗ്യം, ബിസിനസ്, ജോലി, മക്കളുടെ ഭാവി എല്ലാം പിശാച് നശിപ്പിക്കും. അവൻ്റെ കൂടെ കൂടിയാൽ അവൻ നുണയനാണ്, കള്ളനാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും നിനക്കുള്ളതെല്ലാം അവൻ തീർത്തു തരും. ദൈവഭക്തനായ മനുഷ്യൻ ജ്ഞാനത്തിൽ നിറഞ്ഞ് ഈ കാലത്തെ വ്യാഖ്യാനിക്കാനായിട്ട് അവന് സാധിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, മറ്റനേക രാജ്യങ്ങളിൽ അക്രമങ്ങൾ നടക്കുമ്പോൾ, യുദ്ധങ്ങൾ നടക്കുമ്പോൾ, ബോംബ് സ്ഫോടനത്തിൽ നിരപരാധികളെ കൊല്ലുമ്പോഴൊക്കെ എന്താണ് ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാലത്തെ വ്യാഖ്യാനിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. വചനം പറയുന്നുണ്ട്, ലൂക്കാ സുവിശേഷത്തില് 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഭയങ്കര ബുദ്ധിമാന്മാരെ നമുക്ക് കാണാം. 2-3 PhD ഉള്ളവർ, ഡിഗ്രി ഉള്ളവർ, അതിബുദ്ധിമാന്മാര്. എന്തൊരു ബുദ്ധിയാ! ഇന്ന് കുട്ടികൾക്ക് പോലും ഭയങ്കര ബുദ്ധിയാ. പക്ഷെ ഈ ബുദ്ധി അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വഴിതെറ്റിപ്പോകുന്ന യുവതലമുറ, ലഹരിക്ക് അടിമപ്പെട്ട യുവതലമുറ, പണം സമ്പാദിക്കാനായിട്ട് ഏത് തിന്മയുടെ മാർഗവും തെരഞ്ഞെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആരെ തകർത്തിട്ടായാലും എനിക്ക് പണം സമ്പാദിക്കണം, സുഖമായിട്ട് ജീവിക്കണം, ഇതാണ് ചിന്ത. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലൂക്കാ 16:13, ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. രണ്ടും രണ്ടാ. ദൈവത്തിന് 1-ാം സ്ഥാനം, അതിനുശേഷമാണ് ജോലിക്കും പണത്തിനും മറ്റുള്ളതിനും സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ആയിരിക്കണം. ദൈവത്തെ സേവിക്കുവാൻ, പണത്തെ സേവിക്കുവാൻ ഒന്നിച്ച് സാധിക്കത്തില്ലെന്ന് വചനം പറയുന്നു. അവിടെ എന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടി ഓരോരുത്തരെയും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് കണ്ണു തുറന്ന് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുക. ഏത് ഇരുട്ടിൽ, ഏത് അടച്ചുപൂട്ടിയ മുറിയിൽ എത്ര രഹസ്യത്തിൽ പാപം ചെയ്താലും കർത്താവ് ഇത് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ കേട്ട വചനത്തിൽ കണ്ടു, കപടനാട്യക്കാരാ, കാലത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാൻ നിനക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? കപടനാട്യക്കാരാ, ഹൃദയത്തിലെ കാപഠ്യം, പുറമേ ആധ്യാത്മികതയുടെ പരിവേഷമണിഞ്ഞവർ, ഹൃദയത്തിൻ്റെ ഉള്ളിലെ വഞ്ചന, ചതിവ്, ഭോഗാസക്തി, മ്ലേച്ഛതകൾ, തിന്മ വമിക്കുകയാണ്. നല്ല വെള്ളമുണ്ടുമുടുത്ത് വെള്ള ഷർട്ടുമിട്ട് ഉള്ളിൽ തിന്മ നിറഞ്ഞവരായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സൗന്ദര്യം മോടികൂട്ടി നടക്കുന്ന എത്രയോ സ്ത്രീകൾ ഉള്ളില് മ്ലേച്ഛതയും
ജഡിക പാപങ്ങളും ആസക്തിയും നിറഞ്ഞ സ്ത്രീകൾ, ധാർമ്മികത നഷ്ടപ്പെട്ടവർ, അധർമ്മത്തിൻ്റെ വഴികളിലൂടെ പണം സമ്പാദിക്കുന്നവർ, ആരെയും ചതിക്കാനൊരു മടിയില്ല, വഞ്ചന പ്രവർത്തിക്കാനൊരു മടിയില്ല. ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ ഈ പോക്കിനെ നമ്മൾ വ്യാഖ്യാനിക്കണം. പിശാചിൻ്റെ കാലഘട്ടമാണിത്. ഈ നാളുകൾ മാനവരാശി ഇരുണ്ട യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളുടെ സ്ഥിതികൾ നമ്മൾ കണ്ണു തുറന്ന് കാണണം. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ലോകരാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അബോർഷൻ നിയമമാക്കുന്ന രാജ്യങ്ങൾ, ദയാവധ നിയമമാക്കുന്ന രാജ്യങ്ങൾ, സ്വർഗഭോഗികൾക്ക് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാനുള്ള നിയമങ്ങൾ ഒരുക്കിയിരിക്കുന്ന രാജ്യങ്ങൾ. ഈ അധാർമികത എവിടെയും വളരുമ്പോൾ, ഇത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ലോകം ഇരുണ്ട യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ സുവർണ കാലഘട്ടമല്ല. ശാസ്ത്രം വളർന്നു, സയൻസ് വളർന്നു, പക്ഷേ ധാർമ്മികത, സത്യം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണു തുറന്ന് നോക്ക്, നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, 5 ഭൂഖണ്ഡങ്ങളിലേക്ക് നോക്ക് നിങ്ങൾ. അപ്പോൾ സത്യം മനസ്സിലാവും. അപ്പോൾ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ലോകം വലിയ വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക രാജ്യങ്ങൾ അണ്വായുധങ്ങൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ലോകത്തെ 300-ലധികം തവണ നശിപ്പിക്കാനുള്ള അണ്വായുധങ്ങൾ ലോകത്തിൽ പല രാജ്യങ്ങളിൽ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. എവിടെ എത്തി നിൽക്കുന്നത്? ഉറപ്പാണ്, ലോകം വലിയ നാശത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ലോകത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. മാനവരാശി ഇരുണ്ട യുഗത്തിലേക്ക് പോകുകയാണ്. ഹൃദയം കഠിനമായി കഴിഞ്ഞു. തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തിന്മ പെരുകുകയാ. ദൈവമായ കർത്താവ് നോക്കി, നോഹയുടെ കാലത്തെ കാര്യം പറയുന്നു. ദൈവമായ കർത്താവ് ഭൂമിയിലേക്ക് നോക്കി, ഇതാ മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ലോകത്ത് മുഴുവൻ തിന്മ പെരുകി ദൈവം തീരുമാനിച്ചൊരു വെള്ളപ്പൊക്കത്തിലൂടെ ലോകത്തെ നശിപ്പിച്ചുവെന്ന് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ കാലത്തിൻ്റെ അടയാളങ്ങൾ അത് കാണുമ്പോൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള സൂചനകളാണിത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള സൂചനകൾ മാനവരാശിക്കുന്ന തന്നിരിക്കുകയാണ്. യുദ്ധങ്ങളും കെടുതികളും പേമാരിയും ഒക്കെ. ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളപ്പൊക്കത്താൽ ഈ ഭൂമിയെ മുഴുവൻ ഞാൻ നശിപ്പിക്കത്തില്ല, കുറച്ച് ഭാഗം നശിപ്പിക്കത്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മുഴുവൻ നശിപ്പിക്കത്തില്ല. അപ്പം കുറച്ച് നശിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, യുദ്ധങ്ങൾ, വെള്ളപ്പൊക്കം എല്ലാം സംഭവിക്കും. ഒരു മാറ്റവുമില്ല. ഇനി ലോകത്തിന് ഒരു സമാധാനത്തിൻ്റെ കാലം ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. സാധിക്കുന്നവരെല്ലാവരും ഉപവാസമെടുത്തു തന്നെ ലോകത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കണം. മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 700 കോടിയിലധികം ജനങ്ങൾ ലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്. മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? കേട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിയായിട്ട് വിധിക്കുന്നില്ല? അസത്യത്തിനെ സത്യമാക്കുന്നതാ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസത്യത്തെ സത്യമാക്കുന്നതാ ഇന്ന് കാണുന്ന കാഴ്ച. മീഡിയയിൽ, മാധ്യമങ്ങളിൽ അസത്യത്തെ സത്യമാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ കുറേയൊക്കെ അവർ വിജയിക്കുന്നുമുണ്ട്. മീഡിയകൾ അസത്യത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അടിച്ചേൽപ്പിച്ച് സത്യമാക്കിക്കൊണ്ട് കൊടുക്കുന്ന ഒരു കാലാവസ്ഥ, ഒരു രീതി ഇന്ന് കാണുന്നു. ഞങ്ങൾ ശരിയായി വിധിക്കുന്നില്ല. നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെടുക. ശത്രുവുമായിട്ട് രമ്യതപ്പെടാൻ വചനം പറയുന്നു.
നിന്നോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു ദേവാലയത്തിൽ വെച്ചിട്ട് പോയി രമ്യതപ്പെടുക. അത് ശത്രുവുമായിട്ട് രമ്യതപ്പെടണം. നിന്നോട് ശത്രുതയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അല്ല, നിനക്കാരോട് ശത്രുതയുണ്ടോ? ക്ഷമിച്ച് രമ്യതപ്പെട്ടെങ്കിലേ ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെടത്തുള്ളൂ. ശത്രുത അവസാനിപ്പിക്കണം. ആരും നമ്മുടെ ശത്രുക്കളല്ല. മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ധാരാളം നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അവർ നമ്മുടെ സഹോദരങ്ങളാ. ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ. ആരും നമ്മുടെ ശത്രുക്കളല്ല. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. യേശുവിനെ ഒത്തിരി സ്നേഹിക്കാം. അവിടുന്ന് മാത്രമാണ് മാനവരാശിയുടെ യഥാർത്ഥ രക്ഷകൻ. ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാം. യേശുവിന് വേണ്ടി നമുക്ക് സാക്ഷ്യം കൊടുക്കാം. ശത്രുക്കളുമായിട്ട് നമുക്ക് രമ്യതപ്പെടാം. സമ്പത്തിനേക്കാൾ ഉപരി, ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കാൾ ഉപരി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കാൻ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സൂചനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫാത്തിമയിൽ മാതാവ് നൽകിയിരിക്കുന്ന മൂന്നാം സന്ദേശത്തിൽ അത് പറയുന്നതും ഇങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ദുരിതങ്ങൾ, യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് മൂന്നാം ലോകമായ യുദ്ധം, അതേക്കുറിച്ചൊക്കെ സൂചന നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റൊരു വഴിയുമില്ല. ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. യേശുവിനെ മുറുകെ പിടിക്കാം. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ലോകത്തിൽ സമാധാനം നൽകണമേ. യുദ്ധങ്ങളും കെടുതികളും ഭൂകമ്പങ്ങളും എല്ലാം മാറിപ്പോവട്ടെ. യേശുവേ, മനുഷ്യകുലത്തോട് അങ്ങയുടെ കരുണ ചൊരിയണമേ. രക്ഷിക്കണമേ കർത്താവേ. അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ കൂടെ എന്നുമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.